Today we are moving in to discuss about our next chapter in the business studies, business environment. വ്യാപാര പരിതസ്ഥിതി. എന്താണ് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മുടേതായ ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. എൻവയോൺമെൻറ്റ് സിംപ്ലി മീൻസ് സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുകൾ. ഒരു വ്യക്തിയുടെ സറൗണ്ടിങ്സ്, ഒരു വ്യക്തിയുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ആ വ്യക്തി ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടുകളെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്, അയൽവാസികൾ, വീട്ടിലുള്ള ആളുകൾ, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾ, ഇവരെല്ലാവരുമായി ബന്ധപ്പെട്ടതാണ് ആ വ്യക്തിയുടെ ചുറ്റുപാടെന്ന് പറയുന്നത്. ദെൻ ഇതുപോലെ ഒരു ബിസിനസ് ഓർഗനൈസേഷനും ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്, ഒരു സറൗണ്ടിങ് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഇതിനകത്ത് ഈ ചുറ്റുപാടുകളിൽ ധാരാളം ഘടകങ്ങളുണ്ട്. ഇതിലേതെല്ലാം ഘടകങ്ങൾ ആ സ്ഥാപനത്തെ ബാധിക്കുന്നു, ഏതെല്ലാം ബാധിക്കാതിരിക്കുന്നു, എങ്ങനെ ഈ ഘടകങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അവയെക്കുറിച്ച് പഠിക്കാൻ കഴിയും, അവയ്ക്കനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ദി ബിസിനസ് സ്റ്റഡീസ്, ബിസിനസ് എൻവയോൺമെൻറ്റ്. So we have to know what is business environment. Business environment means the sum total of all the factors and forces in society which has a direct or indirect influence on the business and its activities. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എല്ലാ ഘടകങ്ങളുടെയും ആകെ തുകയാണ്. എന്താണ് ആ ഘടകങ്ങളുടെ പ്രത്യേകത? അവ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. അവയ്ക്ക് ആ സമൂഹത്തിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽ നേരിട്ടോ അല്ലാതെയോ സ്വാധീനമുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നതോ ആ ബിസിനസ് സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസിനെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നതോ ആയ കാര്യങ്ങളുടെ ആകെ തുകയെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുക. ശ്രദ്ധിക്കുക, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദി ഫാക്ടേഴ്സ്, എല്ലാ ഘടകങ്ങളും കൂടെ ഉൾക്കൊള്ളുന്നതാണ്. ആൻഡ് ഫോഴ്സസ്, എല്ലാ ശക്തികളും അതിനകത്ത് വരും. ഇൻ ദി സൊസൈറ്റി, സമൂഹത്തിനകത്തുള്ള അവയുടെ പ്രത്യേകത എന്താണ്? വിച്ച് ഹാസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ബിസിനസ് ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളെയും അതിലെ പ്രവർത്തനങ്ങളെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന എല്ലാ ഫോഴ്സുകളും എല്ലാ ഫാക്ടേഴ്സും ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റിന് കീത്ത് ഡേവിസ് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദ അഗ്രഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻസ്, ഇവൻറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദാറ്റ് സറൗണ്ട് ആൻഡ് അഫക്റ്റ്. അപ്പോൾ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, ബിസിനസ്സിനെ ബാധിക്കുന്നതോ ബിസിനസ്സിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നതോ അതിനെ ചുറ്റപ്പെട്ടതോ ആയ എല്ലാ കണ്ടീഷൻസിൻ്റെയും ഇവൻറ്റ്സിൻ്റെയും ഇൻഫ്ലുവൻസുകളുടെയും ആകെ തുക, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കാം എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് യൂണിറ്റ്, ആ ബിസിനസ് ഓർഗനൈസേഷനെ ബാധിക്കുന്ന പല തരത്തിൽപ്പെട്ട ഘടകങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫോഴ്സിനെ ജനറൽ എൻവയോൺമെൻറ്റൽ ഫോഴ്സുകളെന്നും അതുപോലെ തന്നെ സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫോഴ്സുകളെന്നും രണ്ടായിട്ട് തിരിക്കാം. അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ കാര്യം എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ കാര്യം എടുക്കുക. ACC സിമെൻറ്റ് എന്ന് പറയുന്ന ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനി. ഇതിനെ നമുക്കൊരു ഫേമായിട്ട് കണക്കാക്കാം. അതേസമയം സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ ധാരാളം കമ്പനികളുണ്ട്. എല്ലാ കമ്പനികളെയും കൂടി പറയുമ്പോൾ നമുക്കതിനെ ഇൻഡസ്ട്രി എന്ന് പറയാം. അപ്പോൾ ധാരാളം ഫേമുകൾ കൂടിച്ചേർന്ന സംവിധാനമാണ് ഒരു ഇൻഡസ്ട്രി. ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ACC അല്ലെങ്കിൽ മലബാർ സിമെൻറ്റ്സ് മറ്റൊരു സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്, അല്ലെങ്കിൽ ശങ്കർ സിമെൻറ്റ് മറ്റൊരു സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്, ഇവയെല്ലാം കൂടി നമുക്ക് എന്തെന്ന് പറയാം? സിമെൻറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയാം. അപ്പോൾ ഇനി ഇതിലേക്ക് വരാം. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ളത്, അതിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഏറ്റവും
ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ഘടകങ്ങൾ, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോഴ്സുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഒരു സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആ സ്ഥാപനത്തെയാണ് പ്രധാനമായിട്ട് ബാധിക്കുക. മറ്റ് ഓർഗനൈസേഷനെ ബാധിക്കുന്നതിനേക്കാളും സ്പെസിഫിക്കായി ആ സ്ഥാപനത്തെ ബാധിക്കുന്നതാണ് സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതേസമയം അതിന് പുറത്തു വരുന്നതാണ് ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത അവ ആ ഒരു ഫേമിനെ മാത്രമല്ല, ആ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബാധിക്കും. ആ ഇൻഡസ്ട്രിയിൽ എത്ര ഫേമുകളുണ്ടോ അതിനെല്ലാം ബാധിക്കും. ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിനെ അല്ല ബാധിക്കുക, ആ സിമെൻറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ മുഴുവൻ ബാധിക്കുന്നതാണ് ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഇപ്പോൾ ACC സിമെൻറ്റ് എന്ന് പറയുന്ന കമ്പനി, അതിൻ്റെ സ്പെസിഫിക് എൻവയോൺമെൻറ്റിനകത്ത് ആരൊക്കെ വരാം? അതിനകത്ത് കസ്റ്റമേഴ്സ് വരാം, ആ സ്ഥാപനത്തിൻ്റെ തന്നെ ഇൻവെസ്റ്റേഴ്സ് വരാം, അവിടുത്തെ എംപ്ലോയീസ് വരാം, അതിന് റോ മെറ്റീരിയൽസ് നൽകുന്ന സപ്ലയേഴ്സ് വരാം. ഇങ്ങനെ ദെൻ ആ സ്ഥാപനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെയും അതിൻ്റെ സ്പെസിഫിക് എൻവയോൺമെൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ കൂടിയതാണ് സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഈ സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയെ ഒരു പരിധി വരെ ആ സ്ഥാപനത്തിന് കൺട്രോൾ ചെയ്യാം. ടു ആൻ എക്സ്റ്റെൻറ്റ് ആൻ ഓർഗനൈസേഷൻ ക്യാൻ കൺട്രോൾ ഇറ്റ്സ് സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റേഴ്സ് എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളത് ദേ ക്യാൻ ഡിസൈഡ്. എംപ്ലോയീസ്, നമ്പർ ഓഫ് എംപ്ലോയീസ് എത്ര വേണം എന്നുള്ളത് ഒരു പരിധി വരെ ആ സ്ഥാപനത്തിന് തീരുമാനിക്കാം. ദെൻ ഒരു പരിധി വരെ ഏത് സപ്ലയറെ ഡിസൈഡ് ചെയ്യണം, എന്ത് വിലയ്ക്ക് വാങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കാം. ശ്രദ്ധിക്കുക, ടു ആൻ എക്സ്റ്റെൻറ്റ്, കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ല. ഈവൺ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ കോമ്പറ്റീറ്ററെ പോലും ഒരു ചെറിയ അളവിൽ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ദെൻ അതേസമയം നമ്മൾ ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടറിലേക്ക് പോവാം. അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദോസ് ഫാക്ടേഴ്സ് ആർ കംപ്ലീറ്റ്ലി ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഘടകങ്ങളാണ് ഈ ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അതായത് എക്കണോമിക് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഗവൺമെൻറ് ടാക്സ് റേറ്റിൽ മാറ്റം വരുത്തുന്നു, ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, പുതിയൊരു ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവരുന്നു. നമുക്കറിയാം ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കി, അല്ലെങ്കിൽ GST ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു ബിസിനസ് ഓർഗനൈസേഷന്, ഒരു ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഇനിയോ ഈ ഫാക്ടേഴ്സ് ഒന്നും ആ ഫേമിനെ മാത്രം ബാധിക്കുന്നതുമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഫാക്ടേഴ്സിനകത്ത് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ കാര്യം, ആ സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് വേണം, ACC സിമെൻറ്റിനകത്ത് എത്ര എംപ്ലോയീസ് വേണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. എന്നാൽ GST ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ, ഡിമോണിറ്റൈസേഷൻ ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ അത് ACC എന്നുള്ള കമ്പനിയെ മാത്രമല്ല ബാധിക്കുക, എല്ലാ കമ്പനികളെയും ബാധിക്കും, അല്ലെങ്കിൽ എല്ലാ സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിനെയും ബാധിക്കും. സിമെൻറ്റിൻ്റെ മുകളിൽ പുതിയതായിട്ടൊരു ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതെല്ലാ സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിനെയും ബാധിക്കും, നമ്മളെ സ്ഥാപനത്തെ ബാധിക്കും, അതോടൊപ്പം മറ്റുള്ളവരെയും ബാധിക്കും. ഇതാണ് ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാകാം? അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും എക്കണോമിക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ലീഗൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, അതേപോലെ തന്നെ സോഷ്യൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ആക്ച്വലി ദീസ് ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആർ കംപ്ലീറ്റ്ലി ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബിസിനസ് ഓർഗനൈസേഷൻ. മീൻ വൈൽ സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആർ കൺട്രോളബിൾ ടു ആൻ എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ നമുക്ക് അവയെ നിയന്ത്രിക്കാൻ പറ്റും. സോ we are giving more emphasis to the general environmental factors. കാരണം അതാണ് നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്തത്. അതുകൊണ്ട് അവയെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടത്. അവ നമുക്ക് മാറ്റാൻ കഴിയില്ല, ബട്ട് വി ക്യാൻ മേക്ക് സം പ്രിപ്പറേഷൻസ് ടു അഡാപ്റ്റ് ദോസ് ചേഞ്ചസ്. അത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്കൊന്ന് തയ്യാറെടുപ്പ് നടത്താം. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞത്? ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഇറ്റ് ഈസ് ദ സറൗണ്ടിങ്സ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ ബിസിനസ് എൻവയോൺമെൻറ്റ് മീൻസ് ദി എൻറ്റയർ ഫാക്ടേഴ്സ് ഓർ ഫോഴ്സസ് ഓഫ് ദി സൊസൈറ്റി ഹാവിങ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓവർ ബിസിനസ് ഓർ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അപ്പോൾ ബിസിനസ്സിനെയോ അതിൻ്റെ പ്രവർത്തനങ്ങളെയോ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന എല്ലാ ശക്തികളെയും എല്ലാ ഘടകങ്ങളെയും കൂടി പറയുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മേ ബി സ്പെസിഫിക് ഓർ
ജനറൽ, മേ ബി ഐദർ സ്പെസിഫിക് ഓർ ജനറൽ, ഇത് രണ്ടും ആകാം, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഇതിനകത്തെ സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത. ദോസ് ആർ ഇമ്മീഡിയറ്റ് ആൻഡ് ദോസ് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദി ബിസിനസ് ഓർഗനൈസേഷൻ, ഓവർ ദി ഫങ്ഷനിങ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ, ഓർ ദോസ് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓവർ എ ഫേം. Meanwhile, if you are considering a general environmental factors, those have direct influence over the entire industry. ഒരു ഫേമിനെ മാത്രമല്ല ആ വ്യവസായത്തെ മൊത്തം സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് those are completely beyond the control of an individual business organization. ഒരു ബിസിനസ്സിന് യാതൊരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അൺകൺട്രോളബിൾ ആയ ഫാക്ടേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനാണ്, അതായത് ഒരു സ്ഥാപനത്തിന് യാതൊരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്തത്. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഈ ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെ വരാം, എന്തെല്ലാം. ഇപ്പം നമ്മൾ കുറച്ച് പ്രത്യേകതകൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ദീസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബിസിനസ് ഓർഗനൈസേഷൻ. അവ സ്ഥാപനത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളല്ല, ആ സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടാണത് അല്ലേ. ആ സ്ഥാപനം അതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിയാം. നമുക്കത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കൊന്ന് പോയി നോക്കാം. ആദ്യത്തെ കാര്യം, ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ടോട്ടാലിറ്റി, ഇത് എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ എന്ന് വെച്ചാൽ ബാഹ്യശക്തികളുടെ ആകെ തുകയാണ് ബിസിനസ്. എന്താണ് ഈ ബാഹ്യശക്തികൾ? ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഘടകങ്ങളുടെ ആകെ തുക, അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് external to business and which are not under the control of that organization, which are out of control of that organization. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള എല്ലാ ഘടകങ്ങളെയും എല്ലാ കാര്യങ്ങളെയും കൂടി പറയുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആദ്യത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറേ ഫാക്ടേഴ്സിനെ കുറിച്ച്. അവ സ്പെസിഫിക് ആവാം അല്ലെങ്കിൽ ജനറൽ ആവാം. എസ്പെഷ്യലി ജനറൽ ഫാക്ടറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അപ്പോൾ സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഫാക്ടർ, ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഫാക്ടർ ബിസിനസ് സ്ഥാപനങ്ങളെ ബാധിക്കും. ഒരു സമൂഹം, ഒരു സ്ഥലത്ത് കൂടുതൽ ജോയിൻറ്റ് ഫാമിലീസാണുള്ളതെങ്കിൽ ആ സ്ഥലത്തുള്ള ബിസിനസ് ഓർഗനൈസേഷനെ അത് സ്വാധീനിക്കും. ഒരു സ്ഥലത്ത് കൂടുതൽ ന്യൂക്ലിയർ ഫാമിലീസാണുള്ളതെങ്കിൽ ആ സ്ഥലത്തുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിനെ അത് ബാധിക്കും. കാരണം അവിടെ ഡിമാൻഡ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ ജോയിൻറ്റ് ഫാമിലീസുള്ള സ്ഥലങ്ങളിലുള്ള ഡിമാൻഡ് ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തുമുള്ള സോഷ്യൽ സെറ്റപ്പ് എന്താണോ അതിനനുസരിച്ച് മാറ്റം വരാം. ലീഗൽ സെറ്റപ്പ് മാറ്റം വരാം. ഇന്ത്യയിലെ നിയമം ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് ബാധകമാകുമ്പോൾ ചൈനയിലെ നിയമം ചൈനയിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബാധകമാകും. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഇത് വ്യത്യാസം വരാം. അപ്പോൾ ഇതൊന്നും ഒരു സ്ഥാപനത്തിന് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ബിസിനസ്സിനെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ ആണ് താനും. ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആവട്ടെ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ടെക്നോളജിയിൽ അപ്ഗ്രേഡേഷൻ ഉണ്ടാകുന്നു, പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് ഒരു ബിസിനസ് സ്ഥാപനം പ്രിപ്പയർഡ് ആവണം. പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്ത് അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കരുത്, അത് അഡാപ്റ്റ് ചെയ്യണം. അത് നമ്മുടെ സ്ഥാപനത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാവണം. എന്നാലേ ബിസിനസ്സിന് സർവൈവൽ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ. സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റം ഒരു ബിസിനസ് ഓർഗനൈസേഷന് പിടിച്ചു നിർത്താൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ സ്ഥാപനവും അതിനനുസരിച്ച് മാറേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ ഈസ് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ബിസിനസ് എൻവയോൺമെൻറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി, ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് എക്സ്റ്റേണൽ ടു ബിസിനസ് ആൻഡ് വിച്ച് ആർ ഔട്ട് ഓഫ് കൺട്രോൾ, വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള എല്ലാ ബാഹ്യശക്തികളും ഉൾക്കൊള്ളുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആദ്യത്തെ പ്രത്യേകത അതാണ്. ദെൻ നോക്കുക നെക്സ്റ്റ് വൺ. ബിസിനസ് എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദിസ് പോയിന്റ്. അപ്പോൾ ഇതിനകത്ത് എന്ത് വരാം? സ്പെസിഫിക് ഫോഴ്സും വരാം, അതുപോലെ തന്നെ ജനറൽ ഫോഴ്സും വരാം. എന്താ സ്പെസിഫിക് ഫോഴ്സിൻ്റെ പ്രത്യേകത? സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത് ദോസ് ഫാക്ടേഴ്സ് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്
ഓർ ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദി ഫങ്ഷനിങ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. അല്ലേ, ഒരു ഫേമിൻ്റെ മുകളിൽ നേരിട്ട് വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കാൻ കഴിയുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുക. പറഞ്ഞില്ലേ, ഇൻവെസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആവാം, കോമ്പറ്റീറ്റേഴ്സ് ആവാം, സപ്ലയേഴ്സ് ആവാം. ദോസ് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്, ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ്. സപ്ലയർ, നമുക്ക് റോ മെറ്റീരിയൽ തന്നുകൊണ്ടിരുന്ന സപ്ലയർ ഇനി നമുക്ക് റോ മെറ്റീരിയൽ തരില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി നമ്മുടെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ ബാധിക്കും, നമ്മളെ പ്രൊഡക്ഷനെ ഉടനെ തന്നെ അത് ബാധിക്കും. ദെൻ നമ്മുടെ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിരുന്നു, പക്ഷേ ഇൻവെസ്റ്റേഴ്സ് എന്ത് തീരുമാനിച്ചു, ഇനി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അത് നേരിട്ട് നമ്മളെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇമ്മീഡിയറ്റായി ഡയറക്റ്റായി ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഏത്, സ്പെസിഫിക് ഫാക്ടേഴ്സ്. അതേസമയം ഇൻഡയറക്റ്റായിട്ട് ബാധിക്കുന്ന, നേരിട്ടല്ലാതെ തന്നെ ബാധിക്കുന്ന, എന്നാൽ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിന് തികച്ചും അപ്പുറത്തുള്ള ഫാക്ടറാണ് ഏത്, ജനറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോഷ്യൽ ആകാം, ലീഗൽ ആകാം, പൊളിറ്റിക്കൽ ആകാം, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ആകാം, എക്കണോമിക്കൽ ആകാം. അതെല്ലാം all those factors have influence or the functioning of a business organization, but those are also beyond the control of an organization. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പുറത്തുള്ളതാണ്, അത് അവയ്ക്കും ബിസിനസ് സ്ഥാപനങ്ങളുടെ മുകളിൽ നേരിട്ട് നിയന്ത്രണമുണ്ട്. അപ്പോൾ രണ്ട് തരം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. സ്പെസിഫിക് ഫാക്ടേഴ്സും ഉണ്ട്, ജനറൽ ഫാക്ടേഴ്സും ഉണ്ട്. അല്ലെങ്കിൽ സ്പെസിഫിക് ഫോഴ്സും ഉണ്ട്, ജനറൽ ഫോഴ്സും ഉണ്ട്. Those force which affect the business organization directly and immediately are called specific forces. Example, investors, customers, suppliers, competitors, etc. Meanwhile, factors which affect the business indirectly are called general forces. Indirectly എന്ന് പറയുമ്പോൾ അവ നമ്മളെ മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയിലെ മറ്റെല്ലാ ഫേമുകളെയും കൂടെ ബാധിക്കും. എല്ലാ ഫേമുകളെയും ബാധിക്കുന്നതാണ് ജനറൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനറൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സോഷ്യൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, എക്സെട്ര. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇൻ്റർ റിലേഷൻസ്. ഈ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സുകളുടെ പ്രത്യേകത, ദോസ് ആർ ഇൻ്റർ കണക്റ്റഡ്. ഇവ പരസ്പര ബന്ധിതങ്ങളാണ്. അതായത് ഒരു ഫാക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊന്നിനെ ബാധിച്ചേക്കാം. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓർ പാർട്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആർ ക്ലോസ്ലി ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ഓർ ഇൻ്റർ റിലേറ്റഡ്. ഇവ പരസ്പര ബന്ധിതമാണ്. ഒന്നിലുണ്ടാകുന്ന മാറ്റം മറ്റൊന്നിനെ ബാധിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, an increased awareness for health care have increased an increased demand for health products may be due to increased awareness of health care. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ ബോധം ആളുകൾക്കിടയിൽ കൂടുതൽ ഉണ്ടാകുക എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു അവയർനെസ്, അങ്ങനെ ഒരു ബോധവൽക്കരണം നടക്കുക എന്ന് വിചാരിക്കുക. കൂടുതൽ ആൾക്കാർക്ക് ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണം കിട്ടുകയാണെങ്കിൽ അവർ കൂടുതൽ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഫാക്ടേഴ്സാണ് അവിടെ. ഒരു സോഷ്യൽ ഫാക്ടർ, അത് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ നേരിട്ട് ബാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫാക്ടർ മറ്റൊന്നിനെ നേരിട്ട് ബാധിക്കാം. ഇതേപോലെ തന്നെ ഒന്നിലുണ്ടാകുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുക, ന്യൂക്ലിയർ ഫാമിലീസാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് അകത്ത് ഉണ്ടാകുന്ന ഹസ്ബൻഡും വൈഫും രണ്ടു പേർക്കും ജോലി ഉണ്ടെന്ന് വിചാരിക്കാം. അത്തരം ഒരു സോഷ്യൽ സെറ്റപ്പിൽ റെഡി ടു കുക്ക് ഫുഡ് ഐറ്റംസിന് ഡിമാൻഡ് കൂടും. അപ്പോൾ ഇതുപോലെ ഓരോ സംവിധാനം. അതേപോലെ ന്യൂക്ലിയർ ഫാമിലീസ് എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ സ്മോൾ വെഹിക്കിൾസിൻ്റെ ഡിമാൻഡ് കൂടും. അതേസമയം ജോയിൻറ്റ് ഫാമിലീസ് ആണെങ്കിൽ കുറച്ചുകൂടെ വലിയ വാഹനങ്ങൾക്കായിരിക്കും ഡിമാൻഡ് കൂടുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫാക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ച് നേരിട്ട് മറ്റൊന്നിനെ ബാധിച്ചേക്കാം. അതാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ചേഞ്ച് നോക്കുക. പൊളിറ്റിക്കൽ ചേഞ്ച്, ചില പൊളിറ്റിക്കൽ പാർട്ടീസ് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ചില പോളിസികളാണ് നടപ്പിലാക്കുക. സ്വാഭാവികമായിട്ടും അത് ചില ബിസിനസ് സ്ഥാപനങ്ങളെ ഫേവറബിളായോ അൺഫേവറബിളായോ ബാധിക്കും. അപ്പോൾ നോക്കുക, പൊളിറ്റിക്കൽ ചേഞ്ചാണ് സംഭവിച്ചത്, പക്ഷേ അതുമൂലം ചിലർക്ക് ചില സ്ഥാപനങ്ങൾക്ക് ഗുണമുണ്ടാവാം, ചിലർക്ക്
ദോഷം ഉണ്ടാവാം. ചില പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടാം, ചിലതിൻ്റെ ഡിമാൻഡ് കുറയാം. എനിവേ ദീസ് ഫാക്ടേഴ്സ് ആർ ഇൻ്റർ റിലേറ്റഡ്. അപ്പോൾ അടുത്ത പ്രത്യേകത അതാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഈ ജനറൽ ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഇവ പരസ്പര ബന്ധിതങ്ങളാണ്. ഒന്നിലുണ്ടാകുന്ന ചേഞ്ച് മറ്റൊന്നിനെയും കൂടെ ബാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ നോക്കുക, ഡൈനാമിക് നേച്ചർ, എവർ ചേഞ്ചിങ്. ദീസ് ഫാക്ടേഴ്സ് ആർ എവർ ചേഞ്ചിങ്. ഇവ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ദി എലമെൻറ്റ്സ് ഓർ ഫോഴ്സസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആർ എവർ ചേഞ്ചിങ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ടെക്നോളജി ഇംപ്രൂവ്മെൻറ്റ്സ് എപ്പോഴും സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ മാസത്തിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ആയിരിക്കില്ല ഈ മാസം നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക. അപ്പോൾ ഈ സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും. 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഇന്ന് ഔട്ട്ഡേറ്റഡ് ആണ്. അന്നുണ്ടായിരുന്ന സംവിധാനങ്ങളല്ല ഇന്നത്തെ ഒരു മൊബൈൽ ഫോണിലുള്ളത്. നാളെ അതങ്ങനെ ആയിരിക്കില്ല. നാളെ വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ടെക്നോളജി അപ്ഗ്രേഡേഷൻ, അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മേഖലയിലുണ്ടായിരുന്ന വ്യാപാര പരിതസ്ഥിതി അല്ല ഇന്ന് നിലവിലുള്ളത്. സോ ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്. ഇത് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ അതിലൊരു കാരണമാണ് നമ്മൾ പറഞ്ഞ ടെക്നോളജി ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ കസ്റ്റമർ പ്രിഫറൻസ് ആവാം. കസ്റ്റമറുടെ അവരുടെ ആ പ്രിഫറൻസിൽ മുൻഗണനയിൽ മാറ്റം വരാം. അവർ മുമ്പ് കൊടുത്തിരുന്ന പരിഗണനയേക്കാൾ കൂടുതൽ പരിഗണന ഇപ്പോൾ കൊടുക്കുന്നത് വേറെ ചില കാര്യങ്ങൾക്കാവാം. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡാറ്റ, ഇൻ്റർനെറ്റ്. ഈ ഡാറ്റയ്ക്ക് 10 കൊല്ലം മുമ്പ് ആളുകൾ കൊടുത്തിരുന്ന പ്രാധാന്യമല്ല ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഡാറ്റ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ആളുകളുടെ പ്രിഫറൻസിൽ മാറ്റം വരാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ എൻട്രി ഓഫ് എ ന്യൂ കോമ്പറ്റീറ്റർ. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തുകയാണ്, നമുക്കവിടെ മോണോപ്പൊളി പവറാണുള്ളത്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ മാത്രമേ ആ ഇൻഡസ്ട്രിയിൽ നിലവിലുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മളൊരൊറ്റ ഫേമേ ഉള്ളൂ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന. ദെൻ ആ മേഖലയിലേക്ക് 2-3 പേര് പുതുതായിട്ട് വരികയാണ്, പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരികയാണ്. നമ്മളെ സ്ഥാപനത്തെ ബാധിക്കും. കാരണം ടോട്ടൽ കസ്റ്റമേഴ്സിനെ അവർക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്കും കൂടെ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്നും ഒരുപോലെയല്ല. നമ്മൾ ആ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഫീൽഡിൽ. അപ്പോൾ എന്ന് കരുതി നമുക്ക് കാലാകാലം നമ്മളൊറ്റയ്ക്കായിരിക്കും ആ ഒരു ബിസിനസ് ഫീൽഡിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വരും. നമ്മൾ എൻവയോൺമെൻറ്റ് മാറി, നമ്മൾ മത്സരമായി, അതിനനുസരിച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ മാറ്റം വരുത്തേണ്ടി വരും, നമ്മുടെ പോളിസിയിൽ മാറ്റം വരുത്തേണ്ടി വരും, സ്ട്രാറ്റജി പുതിയത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ദോസ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് those factors are ever changing. Then next one, uncertainty, അനിശ്ചിതത്വം. ബിസിനസ് എൻവയോൺമെൻറ്റൽ ഫാക്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദർ ഇസ് ആൻ അൺസർട്ടനിറ്റി. അവിടെ ഒരു അനിശ്ചിതത്വമുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഇൻ എ ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ ഹാപ്പനിങ്സ്. എന്തൊക്കെ ഭാവിയിൽ സംഭവിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് പ്രിപ്പറേഷൻ നടത്താം, ചേഞ്ചസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ ആവശ്യമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വയ്ക്കാം. ബട്ട് വി കാൺ പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി. നമുക്കത് പൂർണ്ണമായിട്ടും പ്രവചിക്കാൻ കഴിയില്ല. അത് ഇതിൻ്റെ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിലനിൽക്കുന്നു. നമ്മൾ ചില പ്രിപ്പറേഷൻസൊക്കെ നടത്തി, നമ്മൾ കുറേ റോ മെറ്റീരിയൽസൊക്കെ വാങ്ങി വെച്ചു. നമ്മളൊരു നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽ, അതിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറേ റോ മെറ്റീരിയൽസൊക്കെ വാങ്ങി വെച്ചു, പ്രൊഡക്ഷൻ ഇൻ്ററപ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടെക്നോളജി മാറി നമ്മളെ പ്രൊഡക്റ്റ് മറ്റൊരു റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാഹചര്യം വന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വാങ്ങി വെച്ച റോ മെറ്റീരിയലൊക്കെ വേസ്റ്റായി പോകും. അപ്പോൾ ഏത് ഫാക്ടറാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാറുന്നത് സോഷ്യൽ ഫാക്ടറായിരിക്കും, ചിലപ്പോൾ മാറുന്നത് എക്കണോമിക് ഫാക്ടറായിരിക്കും, ചിലപ്പോൾ മാറുന്നത് വേറെ എന്തെങ്കിലും ഫാക്ടറായിരിക്കും. ഇപ്പോൾ നമുക്ക് എക്കണോമിക് ഫാക്ടറിൽ ടാക്സ് റേറ്റ് കൂടി എന്ന് വിചാരിക്കുക, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ചിലപ്പോൾ കുറയും. കാരണം ടാക്സ് റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഇതേപോലത്തെ ഇതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണെങ്കിൽ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ആ പ്രൊഡക്റ്റിലേക്ക് പോയി എന്ന് വരാം. അപ്പോൾ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ഫാക്ടേഴ്സ് ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ നോക്കുക, ദർ ഇസ് ആൻ അൺസർട്ടനിറ്റി. അപ്പോൾ അവിടെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു.
in a frequently changing business environment, there is no possibility for predicting the future completely. നമുക്കതിന് അങ്ങനെ പൂർണ്ണമായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ഒരു പ്രത്യേകത, ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത കോംപ്ലക്സിറ്റിയാണ്, സങ്കീർണത. ഇത് സങ്കീർണമായി കിടക്കുന്ന ഒന്നാണ്. അതായത് നമുക്കിതിലൊരു എൻവയോൺമെൻറ്റിനെ മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിശദമായ പഠനം നടത്താം. വി ക്യാൻ മേക്ക് എ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ എ പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റൽ ഫാക്ടർ ഓർ എ പെർട്ടിക്കുലർ ഫോഴ്സ്. നമുക്ക് സോഷ്യൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് വിശദമായ പഠനവും കാര്യങ്ങളൊക്കെ നടത്താം. അല്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ച് നമുക്ക് പറയാം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു, എന്തൊക്കെ ടെക്നോളജി അടുത്ത ഒരു 5 വർഷം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് എല്ലാം മനസ്സിലാക്കി വെക്കാം. പക്ഷേ ഇഫ് യു ആർ കൺസിഡറിങ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഇൻ ടോട്ടാലിറ്റി, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് എ പെർട്ടിക്കുലർ പോളിസി ഓർ എ ഡിസിഷൻ. നമ്മളൊരു തീരുമാനം നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണ്ടാവും. പക്ഷേ ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടർ, ടെക്നോളജി എൻവയോൺമെൻറ്റൽ ഫാക്ടർ സോഷ്യൽ എൻവയോൺമെൻറ്റുമായും കൾച്ചറൽ എൻവയോൺമെൻറ്റുമായും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റുമായും എക്കണോമിക് എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, എന്തായിരിക്കും ഔട്ട്പുട്ട്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു സങ്കീർണതയുണ്ട്, അതായത് ഒരു കോംപ്ലക്സിറ്റി അവിടെ നിലനിൽക്കുന്നു, കോംപ്ലിക്കേഷൻ അവിടെ നിലനിൽക്കുന്നു എന്ന് പറയാൻ കാരണം. അതായത് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു അണ്ടർസ്റ്റാൻഡ് എ പെർട്ടിക്കുലർ ബിസിനസ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ പാർട്സ്. ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ബട്ട് ഡിഫിക്കൽട്ട് ടു ഗ്രാസ്പ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. നമുക്കത് മൊത്തത്തിൽ മനസ്സിലാക്കിയെടുക്കുക, മൊത്തത്തിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഐ മീൻ കോൺസിക്വൻസ് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. ദെൻ വൺ മോർ ഫീച്ചർ, ദാറ്റ് ഈസ് റിലേറ്റിവിറ്റി. ഒരു ആപേക്ഷികത, റിലേറ്റിവിറ്റി. ബിസിനസ് എൻവയോൺമെൻറ്റ് ഡിഫേഴ്സ് ഫ്രം കൺട്രി ടു കൺട്രി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കൺട്രി ടു കൺട്രി ഓർ ഈവൺ റീജിയൻ ടു റീജിയൻ. ഓരോ പ്രദേശത്തും ഇത് വ്യത്യാസം ഉണ്ടാവാം, ഓരോ രാജ്യത്തും വ്യത്യാസം ഉണ്ടാവാം. ഇന്ത്യയിലെ ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ല അമേരിക്കയിലെ ബിസിനസ് എൻവയോൺമെൻറ്റ്, അതല്ല ശ്രീലങ്കയിലെ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഓരോ രാജ്യത്തും ഇത് വ്യത്യാസം വരാം. ഈവൺ ഇനി ഇന്ത്യക്കകത്ത് തന്നെ തമിഴ്നാട്ടിലെ ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ല കേരളത്തിലേത്, അതല്ല ആന്ധ്രാപ്രദേശിലേത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാകാം, അതുകൊണ്ടാണ് നമ്മളതിനെ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ സാഹചര്യം എന്താണോ അതുകൂടെ ആ സ്ഥലത്ത് നിലനിൽക്കുന്ന സാഹചര്യം എന്താണോ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവിടെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം തുടർന്നു കൊണ്ടുപോകാൻ. അപ്പോൾ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, എന്തെല്ലാം ഫാക്ടേഴ്സാണ് അതിനകത്തുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ബിസിനസ് എൻവയോൺമെൻറ്റിനുള്ളത് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.